പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ട ഷാജി തുമ്പേച്ചിറിൽ അച്ഛനാണ്. അച്ഛനിലൂടെ ദൈവം നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മളെ ഓരോരുത്തരെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറച്ച് അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ നൂറുമേനി ബലം പുറപ്പെടുവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും അച്ഛനെ വാരിസുകൊടുക്കൊണ്ട് കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധനായ മക്കളെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കാനും വിശുദ്ധനായ ബലവാനും പരിശുദ്ധനായ അമ്മത്തന്നെ ഞങ്ങളുടെ മേലും കരുണയായിരിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ നാമത്തിന് നന്ദി പറയാം. ദൈവം നൽകുന്ന വലിയ അഭിഷേകത്തിന് നന്ദി പറയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട എല്ലാ കാര്യങ്ങളും കൂടുതലായി നമ്മുടെ ഹൃദയത്തിൽ വന്ന് പതിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കാൻ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലം നമ്മിൽ വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ വലിയ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ മേലെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ഇപ്പൊ വരെ 92 വയസ്സുള്ള ഒരു അമ്മയുടെ അടുത്തായിരുന്നു ഞങ്ങള്. നല്ലപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള പകല് മുഴുവനും പൊതുവെ ഞാൻ ഉപയോഗിക്കാൻ ഈശോയുടെ ഒരു തന്നെ ഈ അമ്മച്ചിയോട് സംസാരിച്ചൊക്കെ പറയായിരുന്നു, എന്തിനാ അമ്മച്ചി മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്? അമ്മച്ചി പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്നാ സംശയം, ഈശോയെ കൊണ്ടിങ്ങോട്ട് തരത്തില്ലേ? അപ്പം ഇത്ര ഉറപ്പുള്ള മറിയമൊരു വഴിയാണ്, ഉറപ്പുള്ള വഴിയാണ്, മിശിഹായിലേക്കുള്ള വഴിയാണ്. മറിയമൊരു വഴിയാ, ഉറപ്പുള്ള വഴിയാ. ഇന്നലെ ഞാൻ ഒരു വിശുദ്ധനെ വായിക്കുകയായിരുന്നു. അദ്ദേഹം പറയായിരുന്നു, എത്ര വലിയ പാപിയായിരുന്നാലും മറിയത്തിലൂടെ ഈശോയിൽ ആശ്രയിക്കുന്നവൻ കൈവിട്ടു പോകുക എളുപ്പമല്ല. എത്ര വലിയ പാപിയാണെങ്കിലും മറിയത്തിലൂടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ കൈവിട്ടു പോകുക എളുപ്പമല്ല. നമുക്ക് ആ ഒരു വലിയൊരു ബോധ്യം, എത്ര വലിയ അഴുക്കി കിടന്നാലും കൈവിട്ടു പോവുക എളുപ്പമല്ല. ഈ ശുശ്രൂഷയിൽ ഞാൻ എഴുതി വെച്ച് പറഞ്ഞില്ല എന്നുള്ളത് എൻ്റെ ഒരു പരാജയമാണ്. ഈ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ചയും കൊണ്ട് മാതാവിന്റെ ടോക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞ് ഓർമ്മ വരുന്നില്ലാത്തതുകൊണ്ട് മാതാവിന്റെ ടോക്ക് അവസരത്തിന് നമ്മൾ വേറെ ശുശ്രൂഷയിലേക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്ക് പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ ഒരു യൂണിവേഴ്സൽ മദർഹുഡ് ഒന്ന് ചിന്തിക്കാം. തന്നിൽ ഒതുങ്ങി നിൽക്കാത്ത വിശുദ്ധീകരണം. നമ്മുടെ കൂടെ കർത്താവുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഒരു എന്താ പറയുക, ഈ കോവിഡ് കാലത്ത് ഞാൻ കണ്ട ഒരു പരാജയം, അനേകര് പറയുന്നു, എൻ്റെ അച്ചോ എന്നതാ അച്ചോ, പള്ളിയില്ല, പട്ടക്കാരനും ഇല്ല, ഒന്നുമില്ല. ദൈവത്തിന് സ്തുതി. ഞാനും ഭാര്യയും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി കേട്ടോ. ഞാനും രഹസ്യമായിട്ടൊരു അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് ആശ്രമത്തിൽ പോയി ഈ കോവിഡ് കാലത്ത് പോലും ഒരു ദിവസം പോലും ഞങ്ങൾ കുർബാന മുടക്കിയില്ല. നല്ല കാര്യം, വളരെ നല്ല കാര്യം. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നമ്മളിൽ തന്നെ അങ്ങ് ഒതുങ്ങിപ്പോവുക. വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. അച്ചോ കോവിഡിന്റെ കാലത്തച്ചാ എന്ന് വെച്ചാ തങ്കച്ചന്റെയൊക്കെ മക്കളുടെ ഗതിയെ ഒരുത്തനും ഒരു 10 പൈസയുടെ വിവരവും ഇല്ല എന്നുവെച്ചാ തോന്നി മാസം. ഞാനും വെച്ചാ എൻ്റെ പിള്ളേരെ സമ്മതിക്കണം, ഞാനും പിള്ളേരും അവളും കേട്ടോ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊന്നും മുടക്കിയിട്ടുമില്ല, ഒന്നുമില്ല. വെരി ഗുഡ്, നല്ല കാര്യമാണ്, ഒന്നും മോശമല്ല. പക്ഷെ മറിയാം, ഷീ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഷീ ഹാഡ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്പിരിച്വാലിറ്റിയെ ബ്രേക്ക് ചെയ്യേണ്ട ഒരു ചിന്തയാണ്. മാതാവിനെ അടുത്ത് പഠിക്കുമ്പം ഏത് രംഗത്താ മറിയം നമ്മളെ അത്ഭുതപ്പെടുത്താത്തത്?
നമ്മൾ ഈ എപ്പോഴും കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി പറയല്ല. കാനായിലെ കല്യാണത്തിന് എന്താ ആവശ്യമായി നല്ല അർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചേ. വെറുതെ സമയം മാറ്റിയല്ല. യഹൂദ പശ്ചാത്തലത്തിൽ സ്ത്രീ ആരാന്നുകൂടെ നിങ്ങൾ അറിയണം. യഹൂദ പശ്ചാത്തലത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാം അറിയാം, സ്ത്രീക്ക് പുല്ലുവിലയാണ്. ഒരു സാധാരണ യഹൂദ പുരുഷൻ പ്രാർത്ഥിക്കുന്നത് തന്നെ, ഒരു സാധാരണ യഹൂദ പുരുഷന്റെ പ്രാർത്ഥന തന്നെ, കർത്താവേ, ഞാൻ പണ്ട് പറഞ്ഞ, നീ എന്നെ ഒരു മൃഗമായോ വിജാതീയനായോ സൃഷ്ടിക്കാത്തതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. സോറി, നീ അവിടുന്ന് തന്നെ ഒരു മൃഗമായോ വിജാതീയനായോ സ്ത്രീയായോ സൃഷ്ടിക്കാത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന. സ്ത്രീയായോ വിജാതീയനായോ സൃഷ്ടിക്കാത്തത് കൊണ്ട് നന്ദി എന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീ അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ സ്ത്രീ ഇന്ന് പോലും ഒരു നല്ല തീരുമാനങ്ങളൊക്കെ വീട്ടിലെടുക്കുന്നു. നമ്മൾ ഇത്രയും മോഡേൺ ആയിട്ട് പോലും സ്ത്രീ പരിയും പുറത്താണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, ശരിയല്ലേ? ഇത്രയും മോഡേൺ ആയിട്ട് ഇത്രയും വളർന്നിട്ട് പോലും സ്ത്രീ പരിയും പുറത്താണ്. പ്രധാനപ്പെട്ട നിങ്ങൾ തീരുമാനിച്ചോളം പറയും. ഇവിടെ തീരുമാനത്തെ മാറ്റിക്കളയുന്ന ചാലക ശക്തിയായി, കാറ്റലിസ്റ്റായി മറിയം വരിക. എന്തുകൊണ്ടാണ് എന്റെ ആശ്ചര്യമുള്ളത്? എന്തുകൊണ്ടാണ് മറിയാമിന് മറിയത്തിന്റെ മോന്റെയും ഭർത്താവിൻ പിതാവിന്റെയും മാക്സിമം സ്ത്രീഹന്മാരുടെയും കാര്യം കൊണ്ട് തൃപ്തിപ്പെട്ട പോരാ? ഈ കാലഘട്ടത്തിൽ അനേകർ തൃപ്തിപ്പെടുന്ന അങ്ങനെ. അച്ഛൻ, ഞാനും എന്റെ ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമുക്ക് പറ്റുമോ? അതൊന്നും നടക്കത്തില്ല. ചിലതൊന്നും നന്നാകാൻ പോകുന്നില്ല അച്ഛാ. പിന്നെ ഞാൻ എൻ്റെ പിള്ളേര്, ഞാനും എൻ്റെ ഭാര്യ, ഞങ്ങള് പ്രാർത്ഥിച്ചുമൊക്കെ ജീവിക്കുന്നു. ഇതൊരു ദിന സാറ്റിസ്ഫാക്ഷനാണ്, തെറ്റല്ല. പക്ഷെ മറിയത്തിന് അത് പോരാ. യഹൂദ നിയമം സ്ത്രീക്ക് പുല്ലുവില കൽപ്പിച്ച കാര്യത്തിൽ പോലും, കാലത്ത് പോലും മറിയം ആ വീടിന്റെ നേർശാഖയിലേക്ക് വന്നിട്ട് പറയുക, കുഞ്ഞെ അവർക്ക് വീഞ്ഞില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുക. ഇത് പറയുന്ന അപ്പനല്ല. അപ്പൻ വന്ന് പറഞ്ഞിട്ടാണ് ചെറുക്കേട്ടില്ല, അമ്മേ നീ ഇത് കാണുന്നില്ലേ, വീഞ്ഞ് തീർന്നു പോയി, വി ആർ സോ ഡിപ്രസ്ഡ്. അമ്മ അത് കേട്ടിട്ട് ഞാൻ എൻ്റെ മോനോട് പറയട്ടെ. ഇങ്ങനെ അല്ലല്ലോ ബൈബിള് വായിക്കുമ്പോൾ നാം കാണുന്നത്. ഈ കുടുംബത്തിന്റെ പ്രശ്നത്തിലേക്ക് അമ്മ എടുത്തു ചാടുക, ജമ്പിങ് ഇൻ ടു ദ ഇൻകോൺക്രൂവസ് ക്രൈസിസ് ഓഫ് ദ ഫാമിലി. ഈ അവർണ്ണീയമായ വീടിന്റെ പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുന്ന മറിയം ഒരു നീന്തൽക്കുളത്തിലേക്ക് ഒരു മെഡൽ പ്രമാണിച്ച് നീന്തൽക്കുളത്തിലേക്ക് മെഡൽ മോഹിച്ച ഒരുവൻ എടുത്തു ചാടുന്ന പോലെ അമ്മ മറിയം എടുത്തു ചാടുകയാണ്. ഇവിടെയാണ് പൗലോസ്ലീഹ പറയുന്നത്, ആരുരുകിയപ്പോഴാണ് ഞാൻ ഒരുകാതിരുന്നത്, ആരു പിടഞ്ഞപ്പോഴാണു ഞാൻ പിടയാതിരുന്നത്, ആരുരുകിയപ്പോഴാണു ഞാൻ ഒരുകാതിരുന്നത്, ആരു പിടഞ്ഞപ്പോഴാണു ഞാൻ പിടയാതിരുന്നത്. ആരുരുകിയപ്പോഴാണ്. അപ്പൊ ആ വീടിന്റെ ഉരുകൽ സ്വന്തം, ശരിക്കും പറഞ്ഞ ഇതൊരു നാടകം പോലെ നമ്മൾ കേട്ടു നോക്കിയേ. ഈശോ ഇതെല്ലാം തീർച്ചയായും മനുഷ്യപുത്രൻ നമ്മുടെ കർത്താവുമായ ഇതെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ കർത്താവ് അവിടെ നിൽക്കുക. ഈശോ വന്നിട്ട്, മറിയം വന്നിട്ട് കർത്താവിനോട്, കുഞ്ഞെ അവർക്ക് വീഞ്ഞില്ല. അതിനമ്മേ നമുക്കെന്താ, അമ്മയുടെ മോന്റെ കല്യാണം വല്ലതാണ്, അമ്മ എത്ര. അപ്പോഴാ കർത്താവ് നോക്കിയപ്പം, അമ്മേ എന്നാ പറ്റി, എന്നാ കുഞ്ഞെ? അല്ല അമ്മ വെള്ളത്തിൽ പോയി ചാടിയോ? നീ കാര്യം പറയോ കുഞ്ഞെ? അല്ല അമ്മ മൊത്തം വിയർത്തിരിക്കുന്നു. എന്റെ കുഞ്ഞു പിന്നെ വിയർക്കാതിരിക്കാൻ പറ്റുമോ? അവര് ഉരുകി തീരുകയാ. എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? കണ്ടോ, ഇതാണ് അപ്പോൾ ബൈബിളിന്റെ ഇടയ്ക്കൂടെ വായിച്ചതാ പറയുന്നത്. എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? നമ്മൾ എത്ര പേരുടെ ദുര്യോഗങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു. നമ്മൾ പറയുന്ന അയ്യോ പാവം, നമ്മൾ ഭയങ്കരമായിട്ട് കരയുകയും ചെയ്യും, അയ്യോ പാവം, പിന്നെ അവരുടെ കുഞ്ഞ്, എനിക്ക് എന്റെ കുഞ്ഞിനായിരുന്നു സംഭവിച്ചതെന്ന് ഓർത്ത് എങ്ങനെ കരയും? എടി ദുഷ്ട, നിനക്ക് കരയാൻ പറ്റാത്ത എന്നാടി? നമ്മുടെ കുഞ്ഞിനായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ വാവിട്ട് കരയാത്തവരെ കൊണ്ട് കരയിപ്പിക്കും. ബോഡി എടുക്കുമ്പോൾ അലമുറയിട്ട് കരയുന്ന കുഞ്ഞ് 21 വയസ്സുകാരൻ പോയി കരയും. മറിയം വെറുതെ കരയുകയല്ല, മറിയം വെറുതെ കരയുകയല്ല, അവർക്കത് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഈ അഭിഷേകം ഒരു മരിയൻ അഭിഷേകമാണ്. വേദന കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല, തകർച്ച കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ക്യാൻ ഐ ബി ഓഫ് എനി ഹെൽപ്പ് ടു യു? ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ ജന്മം പാഴ്ജന്മമാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാം പരാജയപ്പെടുന്നതല്ലേ ഇവിടെ? നമ്മൾ ഒത്തിരി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും, നാം സഹതാപം കാണിക്കും, നാം പ്രമേയം പാസാക്കും, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തും.
പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? ആ ദരിദ്രന് അവഗണിക്കപ്പെടും നമ്മളെല്ലാം പറയും. നമ്മുടെ മുമ്പിൽ വരുന്നവർക്ക് ചെയ്യാവുന്നത് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു വർഷമേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പേഴ്സണലായി വലിപ്പമല്ല. കഴിഞ്ഞ ഒരു വർഷമേ ഉള്ളൂ ചാരിറ്റിയിൽ നിന്ന് പിന്നോട്ട് അല്പയിലും പോയിട്ട്. എന്നിട്ടും ഈ മരിയൻ മൂവിക്ക് വേണ്ടി പൂർണ്ണമായ ശ്രദ്ധ വെച്ച് ഓടുമ്പോൾ പോലും ചെയ്യാവുന്ന എല്ലാ നന്മകളും ഈ സെപ്റ്റംബർ 8 വലിയൊരു ശുശ്രൂഷ ചെയ്യുക. ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇത് മാതാവ് തരുന്നൊരു വെപ്രാളമാണ്. ഈ വെപ്രാളത്തിന്റെ മുന്നിലാണ് ക്രിസ്തു തോറ്റുകൊടുത്തത്, സമയത്തെ വലിച്ചു കയറിയത്. സമയത്തിന്റെ അധിപനായ ദൈവം സമയത്തെ പുല്ലുവിലയുള്ളവനാക്കി മാറ്റി സമയത്തെ പുറകോട്ട് തട്ടിയിട്ട് സമയത്തിനപ്പുറം മറിയത്തെ നിർത്തി. ഇത് നിന്റെ സമയമാണ് എന്ന് വെച്ചാൽ ഇത് നിന്റെ സമയമാണ്. പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവന് വേണ്ടി ഇന്നും ദൈവം അവസരമില്ല. ഇത് നിന്റെ സമയമാണ്, ഇത് നിന്റെ ഊഴമാണ്. കം ഡു സംതിങ്. മറിയത്തോട് ഈശോ ആദ്യം പറഞ്ഞത് എന്റെ സമയമല്ല, ഐ കാനോട്ട് ഡു എനിത്തിങ്. പക്ഷെ ആ കുടുംബത്തോടുള്ള ഐക്യദാർഢ്യം കണ്ടപ്പോൾ നോ, ഇറ്റ് ഇസ് യുവർ ടൈം, നിന്റെ സമയമാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം നമ്മുടെ മക്കളോട്, മക്കൾ എന്തെങ്കിലും അനീതി പറയുമ്പോൾ, മക്കളെ നിങ്ങളുടെ സമയമാണിത്, നിങ്ങൾ എന്തിനും ചെയ്യും മക്കളെ. നിനക്ക് കിട്ടിയ ആദ്യത്തെ ജോലിയുടെ ശമ്പളം കൊണ്ട് ഇനി മുതൽ നിന്റെ ദശാംശം കൊണ്ട് ദരിദ്രരെ സഹായിക്കുക, ഇന്ന കാര്യം ചെയ്യും, അത് ചെയ്യും. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അല്ലാതെ വരുമ്പോൾ ഡൈക്കോട്ടമി വരുന്നത്. അപ്പൻ അതിഭയങ്കരമായി കരുണ പ്രസംഗിക്കുന്ന സുവിശേഷം ഉണ്ടാക്കി പറയുന്ന കേട്ടോ. അപ്പൻ അതിഭയങ്കരമായി കരുണ പ്രസംഗിക്കുന്ന സുവിശേഷകനാണ്. മകനോട് പറയുന്നു, ഇടയർക്ക് നീ കണ്ടവർക്കെല്ലാം കൊടുത്തു നടക്കാതെ നിന്റെ കാര്യം നോക്കി. കണ്ടോ, ഡൈക്കോട്ടമി മനസ്സിലായില്ലേ? അപ്പൻ പറയുന്നു, കരുണയെക്കുറിച്ച് പ്രസംഗിക്കുന്നു. മകനോട് പറഞ്ഞു, രാജുമാതെ വലിച്ചുവാരി എല്ലാവർക്കും കൊടുത്തുകൊണ്ടാണ്, നിന്റെ കാര്യം വരുമ്പോൾ നീ തട്ടിപ്പോ കേട്ടോ, നീ നിന്റെ കാര്യം നോക്കിയാൽ കൊള്ളാം. ഈ എല്ലാവർക്കും എടുത്തവർക്ക് നടക്കുന്നതാണോ? പോയില്ലേ? അവരോട് പറയണം, യു ഡു സംതിങ്. അറിയാമേ, എന്റെ അമ്മയെ, നിന്റെ സമയമാണിത്, നീ പറയുന്നിടത്ത് ഞാൻ പ്രവർത്തിക്കും. ഇവിടെ കർത്താവ് നമ്മളൊരു കാര്യം പഠിപ്പിക്കുക, മറിയത്തിന്റെ മനസ്സോടുകൂടി മനുഷ്യന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും ദൈവം പ്രവർത്തിക്കും. സഹോദരങ്ങൾ, നിങ്ങൾക്ക് മറ്റൊന്നും ചോദ്യം തരുതേ. കുറെ കാലമായി ചാരിറ്റി നമ്മൾ വളരെ കുറച്ചു. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെ എൻ്റെ ഭാഗ്യം, ഞാൻ ഒരുപാട് ബാധ്യതകൾ നിൽക്കുമ്പോൾ ചാരിറ്റി ചെയ്യുമായിരുന്നു, ചിന്തിക്കാനാവാത്ത വിധം. പക്ഷേ കഴിഞ്ഞ ഒരു ലോക്ക്ഡൗൺ തൊട്ട് കർത്താവ് ഒരു ബോധ്യം തന്നിട്ട് ചാരിറ്റി കുറച്ചു. എന്നിട്ട് മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. മേ ബി ഇതൊരു കുറവായിരിക്കാം, രോഗമായിരിക്കാം. മനസ്സിന് സമാധാനം കിട്ടും. എനിക്കൊരു കാര്യം പറയാനുള്ളത്, 15-20 ദിവസം മുമ്പ് എനിക്കത് ഒത്തിരി ചിന്ത വന്നപ്പോൾ ഞാൻ മരിയൻ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ കർത്താവിന്റെ വഴികൾ സമ്പത്തിന് തുറക്കപ്പെടാൻ, കർത്താവിന്റെ മഹത്വത്തിനായി മനുഷ്യരെ ചോറൂട്ടണം, നഷ്ടപ്പെടുന്ന അനാഥാലയങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും സഹായിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരു 20 ദിവസം മുമ്പ്, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8 നോമ്പിന് 6 ദിവസം മുമ്പ് ദരിദ്രർക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കണം ചിന്തിച്ചു. ഞാൻ നിങ്ങൾ പറയാൻ വരുന്നത്, മനുഷ്യന് വേണ്ടി കർത്താവിന് മുമ്പിൽ ഒരു നിലപാടെടുക്കുമ്പോൾ മറിയത്തിന്റെ മനസ്സോട് ഇടപെടുന്ന ദൈവം അതിന് വഴി തുറക്കുക. പ്രിയപ്പെട്ടവരെ, ഈ 6-ാം തീയതിയും 8-ാം തീയതിയും 24-ാം തീയതി 25-ാം തീയതിയുമായിട്ട് 2000-ൽ പരം പേർക്ക് ചോറ് കൊടുക്കാൻ, നല്ല ഫുഡ് കൊടുക്കാനുള്ള വഴി ദൈവം തന്നു. മറിയാമിന്റെ മനസ്സിന്റെ മുമ്പിൽ സ്വർഗം നമിക്കുകയാണ്, എന്റെ സമയമല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി കിടന്ന് പെടാപ്പാടോട് എന്നാ ചാക്കോച്ച ഇന്ന് ഉപവാസമാണോ? അങ്ങനെ ഉപവസിക്കുന്ന ആളല്ലല്ലോ എന്റെ അങ്ങനൊന്നും ഉപവസിക്കുന്നു. പക്ഷെ എന്റെ ചെറുക്കൻ, അവനെ ചാർലിയുടെ കാര്യം ഓർത്തിട്ട് സമാധാനമില്ല. ഈ 8 നോമ്പിന് ഞാൻ ലഞ്ച് കഴിക്കുന്നില്ല. കൊള്ളാൻ ചാക്കോച്ച, നല്ല കാര്യം. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ 29 വയസ്സുള്ള പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് ഉയർത്തും. അപ്പൊ സ്പിരിച്വാലിറ്റിയിലെ തൻകാരിത്വം കൊണ്ട് മടുക്കുകയാണ് നമ്മൾ. മറിയം അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. റിയൽ അതർ ഓറിയന്റഡ് സ്പിരിച്വാലിറ്റി. ഇന്നും ഞാനും എൻ്റെ പിള്ളേരും രക്ഷപ്പെടാൻ, അവരെ നല്ലപോലെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല വയസ്സായിട്ടുള്ള മനുഷ്യരുണ്ട്, അവരെ തെറ്റിപ്പോകരുത്. തീർച്ചയായും ദൈവമേ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെയും ഭാര്യയും തെറ്റിപ്പോകാൻ സൂക്ഷിക്കണം. പക്ഷേ ഇവിടെ ഞാനും എൻ്റെ കുടുംബവും പള്ളിയിൽ പോകുന്നുണ്ട്, അവര് കുഴപ്പമില്ല, അവരിന്റെ കാര്യം ചെയ്യുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവര് പിള്ളേർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു മൊബൈലിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇത് പോരാ.
നിനക്കൊരു ആദി വേണം. ദ അതർ സെന്റേഡ് സ്പിരിച്വാലിറ്റി ഓഫ് മേരി. മാതാവിന്റെ ശുശ്രൂഷ തുടങ്ങുന്ന അതല്ലേ പ്രിയപ്പെട്ടവരെ? അത് ഞാൻ ഇന്ന് അന്ന് പറഞ്ഞു തന്നത് വേറൊരു വശമാണ് പറയുന്നത്. മറിയത്തിന് വീട്ടിൽ ഇരിക്കപ്പെടുകയില്ല. മറിയത്തിന് എന്തിനാ ഇത്രയും വെപ്രാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മറിയത്തിന് ദൈവത്തിന്റെ അമ്മയാണെന്ന് മറ്റും കേൾക്കും. ഈ ഓടിപ്പിടിപെടുത്തി കൊച്ചിനെ കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇന്നാളും ചോദിച്ചത്. സ്പിരിച്വാലിറ്റി ഈസ് അതർ സെന്റേഡ്. മറ്റൊരുവന്റെ മുഖം തെളിയുമ്പോഴാണ് മറിയാമിന്റെ ആനന്ദം. അവളെ ചെന്ന് അഭിനന്ദിച്ചപ്പോഴാണ്. തിരിച്ച് അഭിനന്ദനം പൊതിച്ചിട്ടല്ല, പക്ഷെ ദൈവം തരുകയാണ്. ഞാൻ വായിച്ച അതിമനോഹരമായ ഒരു നോവലുണ്ട്. പോസ്റ്റ്മാൻ. പണ്ട് ഞാൻ വായിച്ചതല്ല, പഠിച്ചതാ. പോസ്റ്റ്മാൻ രാമസ്വാമി എന്ന് പറഞ്ഞ അവരുടെ എഴുത്തുകാരന്റെ പേര് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഈ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പേര് രാമസ്വാമി എന്ന. രാമസ്വാമിയുടെ പ്രത്യേകത, രാമസ്വാമി പോകുന്ന വശത്തെല്ലാം, പോകുന്ന വഴിക്കെല്ലാം ചോദിക്കും, സുഖമാണോ, സുഖമായിട്ടിരിക്കുക. അപ്പൊ കത്തുണ്ടെങ്കിലും കത്തില്ലെങ്കിലും എല്ലാവരോടും ഈ പോസ്റ്റ്മാൻ ചോദിക്കും, സുഖമാണോ, എന്നാണ്ട് സുഖമാണോ, സുഖമായിട്ടിരിക്കുക കേട്ടോ, സുഖമായിട്ടിരിക്കുക. നമുക്ക് സുഖമുണ്ടെങ്കിലേ ദൈവത്തിനൊരു സുഖമുള്ളൂ. നമുക്ക് സുഖമുണ്ടെങ്കിലേ ദൈവത്തിനൊരു സുഖമുള്ളൂ. ഇതാണ് മരിയൻ മനസ്സ്. നിനക്ക് സമാധാനമുണ്ടെങ്കിലേ അമ്മയ്ക്കൊരു സമാധാനമുള്ളൂ. അഥവാ ക്രിസ്തുവിന്റെ മനസ്സാണ്. ഇതാ ഈ പൗലോസ്ലീഹയ്ക്കുണ്ടായിരുന്നത്. നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഇറ്റുനോവറിയുന്നു ഞാനോ. നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഇറ്റുനോവറിയുന്നു ഞാനും. എൻ കാര്യം മാത്രമല്ല എൻ മാനസത്തിൽ നിന്നെയോർത്തുരുകുന്നു ഞാനോ. എൻ കാര്യം മാത്രമല്ല എൻ മാനസത്തിൽ നിന്നെയോർത്തുരുകുന്നു ഞാനും. നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം എനിക്കിരിക്കപ്പെടുകയില്ല, സമാധാനമില്ല, ഞാൻ പ്രസവവേദന അനുഭവിക്കുക ആണെന്ന് പറഞ്ഞ പൗലോസ്ലീഹ ചില കാര്യങ്ങളിലെല്ലാം മറിയത്തിന്റെ നിഴലാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. നമ്മൾ കേട്ടുപോവുകയല്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. നമുക്ക് ഈ ഒരു പങ്കപ്പാട്, പഴയ വാക്ക, നമുക്ക് ഈ ഒരു പങ്കപ്പാടുണ്ടോ? അവരെ ഓർത്ത് ഒരു പങ്കപ്പാടുണ്ടോ? ഉണ്ടോ? പ്രാർത്ഥനയിലെങ്കിലും അതില്ലെങ്കിൽ there is something wrong with us. ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ കാണത്തില്ല. ഉദാഹരണത്തിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഒരു ആൾ എന്നെ വിളിച്ചു, കോവിഡ് രോഗിയാ. ഇപ്പൊ ഒന്ന് സഹായിക്കാനല്ല, പറ്റിയില്ല. പക്ഷെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാൻ പറ്റണം. നമുക്ക് തമ്പുരാൻ എവിടുന്നേലും വഴി തുറക്കണം. ഇന്ന് രാവിലെ ഞാൻ ഓർത്ത്, കർത്താവ് പൈസ എവിടുന്ന് കിട്ടിയോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, തമ്പുരാനെ ഒരു വഴി നീ തുറക്കണം. വെളിപാട് 3:8 ഇതാ നിന്റെ മുമ്പിൽ ആർക്കും അടയ്ക്കാനാവാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വചനപ്രകാരം ഷീലയ്ക്ക് വഴി കിട്ടണേ, കർത്താവ് വഴി കിട്ടണേ. ഇതെങ്കിലും ചെയ്യാൻ പാപികളായി നമുക്ക് പറ്റണം. ഒരു പങ്കപ്പാട്, ഒരു നീറ്റല്. 100,000 രീതിയിൽ ഒരുവന്റെ സഹനത്തെ നമുക്ക് നീതീകരിക്കാൻ പറ്റും. സഹിക്കട്ടെ കുറച്ച്. അച്ഛൻ അങ്ങനെ അവിടെ വ്യാകുലപ്പെടേണ്ട, കുറെ കുടിച്ച് നശിപ്പിച്ചാൽ അയാൾ കുറച്ച് അനുഭവിക്കട്ടെ. ഞാൻ എപ്പോഴും ഓർക്കും, ഇങ്ങനെ പറയാൻ നമുക്ക് എങ്ങനെ പറ്റും? മനുഷ്യരെങ്ങനെ പറഞ്ഞു പോകും. കുറച്ചൊന്ന് കിട്ടുന്നതല്ല അച്ഛാ. എന്നെ അഹങ്കാരമായിരുന്നു. ഞാൻ കുറച്ച് പിള്ളേരുടെ കാര്യത്തിലാണല്ലോ, എല്ലാവരുടെ ഇച്ചിരി അഹങ്കാരമായിരുന്നു. എന്നാ കുംഭാസായിരുന്നു, ഇച്ചിരി ഒന്ന് ഒതുങ്ങട്ടെ വെച്ചു. ഒരു പ്രശ്നം, നമുക്ക് ഒരാളുടെയും വേദനയിൽ ഇങ്ങനെ പറയാനിടവരില്ലേ? മറിയത്തിന്റെ പങ്കപ്പാട്. മറിയത്തിന് പറഞ്ഞൂടെ, മക്കളെ നിങ്ങൾ എന്നാ ഓർത്തിട്ടാ ഈ കല്യാണം വിളിച്ചത്? ബോധവും പൊക്കണോ? ഈ 12 മോനും ഞാനും ഞങ്ങൾ 14 പേര് പോയേക്കാം. ഞങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് ദണ്ണം വേണ്ട. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇച്ചിരി ഒരു വിവരത്തോട് ചെയ്യണ്ടേ? കല്യാണമല്ല, നിങ്ങൾ ഇച്ചിരി വീഞ്ഞൊക്കെ കരുതണ്ടേ? ഇതിപ്പം കുഞ്ഞും ഞാനും വന്ന് അവനാണ് മിക്ക ദിവസം ചോറ് ഉണ്ണത്തില്ല. ഇന്നിപ്പോ അവൻ ഇച്ചിരി കഴിച്ചോട്ടെ നോക്കുക, ഞാനൂടെ അവൻ്റെ കൂടെ വന്നേ. ഇപ്പൊ നിങ്ങൾ അവന്റെ ചോറ് മുട്ടിച്ചു, പിന്നെ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. നോക്കിക്കേ, ഇങ്ങനെയൊക്കെ ഇടപെടാം. കർത്താവ് പല നേരവും ആഹാരം കഴിച്ചിട്ടില്ല, വിശന്ന് അത്തിപ്പഴമൊക്കെ പറിച്ചു തിന്നവനാണ്. സമാധാനത്തിൽ എന്റെ കുഞ്ഞുണ്ടോളൂ നിർത്തിട്ട് മാതാവ് വന്നത്.
അപ്പൊ ചെറുക്കനും കിട്ടിയില്ല, അമ്മയ്ക്കും കിട്ടിയില്ല. നോക്കിക്കേ, പക്ഷെ അമ്മ അവിടെ പരാതിപ്പെടുകയില്ല. അവിടെ അവരുടെ പ്രശ്നത്തെ അവരുടെ തലയിൽ കെട്ടിവെക്കുകയില്ല. ആ പ്രശ്നത്തെ അവരുടെ തലയിൽ കെട്ടിവെക്കാതെ ആ പ്രശ്നത്തെ ക്രിസ്തുവിന്റെ തലയിൽ കെട്ടിവെക്കുന്ന മറിയം എന്നതാ പ്രിയപ്പെട്ടത്. അതൊക്കെ എന്റെ പൊന്നമ്മ ചെയ്തതിനോട് എന്റെ തല കെട്ടിവെക്കുന്നതിനായി ഞാനെന്നാ ചെയ്തു? ആ കുടുംബത്തിന്റെ ഭാരത്തെ, വേദനയെ അവരുടെ തലയിൽ കെട്ടിവെക്കാതെ തന്റെ പുത്രന്റെ തലയിൽ കെട്ടി ഞാൻ എന്നെ ഇപ്പൊ ഞാൻ വന്നായാലും കുറ്റമായിരിക്കും, ഞാൻ എന്നെ പണഞ്ഞമ്മേ. അതാ ചോദ്യത്തിന്റെ അർത്ഥം. പുത്രന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവൻ പറയുന്നത് ചെയ്തോളാൻ പറഞ്ഞു. ഓ, മഹത്വമുള്ള ഈ സ്നേഹം നമ്മളെ അത്ഭുതപ്പെടുത്തണം. ലവ് ഓഫ് മേരി. ഇതാ പുത്രനെ കാണിച്ചവൻ അടങ്ങിയിരുന്നില്ല. ഗലീലയുടെ തിരുവീതിലൂടെ സഹോദരങ്ങളെ എന്നെ നയിക്കുന്ന ഒരു ചിന്ത എന്റെ അമ്മയുടെ മാതാവിന്റെ ഈശോയുടെ എന്റെ ഹൃദയത്തിൽ നിന്ന് പറയും. ഇന്ന് ശുശ്രൂഷ ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല, ഫുൾ ടൈം ശുശ്രൂഷയാണ്. ഒരു വിധത്തിൽ നന്ദി പറഞ്ഞു സഹോദരങ്ങൾ. ഈ കോവിഡ് കാലഘട്ടത്തിൽ നിൽക്കാതെ ഞായറാഴ്ചകളിൽ ശുശ്രൂഷ. സാധാരണ ഉള്ളതിനേക്കാൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് മുറിയൊന്നും വൃത്തിയാക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇപ്പൊ ശുശ്രൂഷ കഴിഞ്ഞ് വന്നു, ഇപ്പൊ കഴിഞ്ഞ് അടുത്ത ശുശ്രൂഷ തുടരുന്നു. ഒരു ഇന്റർവ്യൂ തുടരുന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ വേണേ പോംവഴി പറയും. ഞാൻ ഇന്ന് ഞാൻ വരത്തില്ലെന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ എനിക്കൊരു അല്പസമയം കിട്ടി. എന്നോട് മാതാവ് പറയുന്ന ഒരു ബോധ്യം, കുഞ്ഞെ, ഡു ദ ബെസ്റ്റ്. അഴുകി ഒഴുകി വിയർത്ത് തീരുക. നിനക്ക് വേണ്ടിയല്ല, മറ്റൊരാൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ ഡു ദ ബെസ്റ്റ്. സഹോദരങ്ങളെ, സെമിനാരി പഠിച്ച സമയത്ത് 10ാം ക്ലാസ് വെച്ച് ദൈവം കരുണ കൊണ്ട് മഹാഉഴപ്പനായിരുന്ന എനിക്ക് എൻ്റെ പെങ്ങളുടെ ശ്രമഫലമായും എൻ്റെ അമ്മച്ചിയുടെ മാതാവിന്റെ ഭക്തി വഴിയായും നന്നായിട്ട് പഠിക്കാൻ പറ്റും. നന്നായിട്ട് പഠിച്ചപ്പോൾ ഞാൻ നല്ല സൂപ്പറായിട്ട് പഠിച്ചു. സ്കൂളിൽ നല്ല 100 മാർക്ക്, ചിന്തിക്കാൻ പറ്റാത്ത മാർക്ക്. 8ാം ക്ലാസ് വരെ 210, 240, 270 മാർക്കുള്ള ഞാൻ 10ാം ക്ലാസ്സിൽ ഒറ്റയടിക്ക് 510 നല്ല മാർക്ക് വാങ്ങി. എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഈശോ അവസരം തന്നു. സെമിനാരി വന്നപ്പം ഫിലോസഫി, എല്ലാം തത്വശാസ്ത്രം ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്. You cannot, what is truth? Truth we cannot doubt at all. We cannot doubt about the truth. If we doubt about, ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞു തരുന്നത്, ഡൗട്ട്, വാട്ട് ഇസ് ഡൗട്ട്? ഡൗട്ട് ഈസ് എ ട്രൂത്ത്. വി കനോട്ട് ഡൗട്ട് അബൌട്ട് ദ ഡൗട്ട്. നമുക്ക് സംശയത്തെ കുറിച്ച് സംശയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സംശയം ഒരു സത്യമാണ്, ഭൂമിയിൽ ഒന്നും സത്യമല്ലെന്ന് പറയും. ഇങ്ങനെ ഫിലോസഫി പഠിക്കുക. ഇപ്പൊ ഇംഗ്ലീഷിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അലഞ്ഞും തിരിഞ്ഞും കഷ്ടപ്പെട്ടു അനേകരെ പഠിപ്പിച്ചു. നിങ്ങൾക്കറിയാം, ശമാശന്മാര് 3-4 പേര് വരും. അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിരുന്നു. ഒന്ന് കുളിക്കാൻ നോക്കുമ്പോൾ 3-4 പേര് വേറെ വരും, അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് വരും. ബ്രദറെ എനിക്ക് ഒറ്റയ്ക്ക് പറഞ്ഞതല്ല, അവനെ ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കും. എന്റെ വലിപ്പം പറഞ്ഞതല്ല, എന്നെ എൻ്റെ അമ്മ സഹായിച്ചത്. ഞാനിപ്പോഴും കാത്തിരിക്കുന്നു. ആ ചെയ്ത നന്മകൾക്കെല്ലാം കർത്താവ് മരിയൻ സിനിമ എന്ന് പറയുന്ന അത്ഭുത ശുശ്രൂഷയിലൂടെ കൃപ കിട്ടും. വലിയ അതിശയങ്ങൾ ലോകത്തിന് കൊടുക്കും. ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ തളരാതിരുന്നതിന്റെ രഹസ്യം പറയുക. അമ്മ കാണിച്ച വെപ്രാളം, അമ്മ കാനായി കാണിച്ച വെപ്രാളം കർത്താവ് അടക്കി നിർത്താൻ നോക്കി. അടങ്ങി നിൽക്ക്, അവരെന്നാന്ന് വെച്ചാൽ കാണിക്കട്ടെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ കൊടുക്കുക. നമുക്കൊരു പരാതിയില്ലല്ലോ അമ്മേ. നോ, അവൾക്കത് പോരാ. She surpasses the natural human brotherhood. സാമാന്യ മനുഷ്യത്വത്തിന് അപ്പുറം അറിയാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ ശുശ്രൂഷകളൊക്കെ അർത്ഥരഹിതമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സുവിശേഷങ്ങളൊക്കെ ഒത്തിരി അർത്ഥരഹിതമായി പോകുന്നത്. ഞാൻ നിങ്ങളെ മനോഹരമായ ഒരു വചനം കേൾപ്പിക്കാൻ പോവുകയാണ്. വത്സരമുള്ള സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം, ബൈബിള് ശുശ്രൂഷയുടെ സ്ഥലത്ത് വെച്ചിട്ട് പോകുന്നു. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായമാണ് എൻ്റെ ഓർമ്മ. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം 23-ാം വാക്യമാണ് ഓർമ്മ. ഒറ്റസ്മൃതിയോടെ പ്രഭാഷകന്റെ പുസ്തകം
45-ാം അധ്യായം 23-ാം വാക്യം എന്ന് ഓർമ്മ. എലെയാസാറിന്റെ പുത്രനായ അതല്ല ഫിനെഹാസിനാണ്. ഫിനെഹസ് എന്ന് പറയുന്നൊരു വചനമാണ്. ഫിനെഹസിനാണ് മഹത്വത്തിന്റെ 3-ാം സ്ഥാനം. അത് തന്നെ വാക്ക് ശരിയാ കേട്ടോ. ശരി. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്ന എലിയാസിന്റെ പുത്രനായ ഫിനെഹസിനാണ് മഹത്വത്തിന്റെ 3-ാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. എല്ലാം ഗുഡ്, വെരി ഗുഡ്, നല്ല കാര്യം. അപ്പൊ ഫിനെഹസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ബൈബിള് പറയുക, അവൻ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നു. അവനാണ് മഹത്വത്തിൽ 3-ാം സ്ഥാനം. അപ്പൊ അവനും അവന്റെ കുടുംബവും ഒലഞ്ഞില്ല. അവർ പള്ളിയിൽ പോയി. കോവിഡ് ആണെന്നൊന്നും ഓർത്തില്ല. അവർ നല്ല കൃത്യമായിട്ട് ഉപസാരിച്ചു. അവർ കോവിഡിനൊക്കെ അത് കൃത്യമായിട്ട് കുർബാനയൊക്കെ സ്വീകരിച്ചു. അപ്പൊ സമ്മതിക്കണം കേട്ടോ, വീടിനെ സമ്മതിക്കണം. അതിന്റെ കോവിഡ് ഒന്നും അവരെ തൊട്ടില്ല. അവര് തോമാച്ചനും മക്കളും അവരെവിടാന്ന് വെച്ചാൽ പോയി കുർബാനയും കൂടി. അവരുടെ കാര്യം അവര് മുടക്കിയിട്ടില്ല. നല്ല കാര്യം തോമാച്ച. ദൈവഭക്തിയുടെ തീഷ്ണത നല്ലതാണ്. പക്ഷെ ഇതിന്റെ ബാക്കി ഈ ഫിനെഹസിനെ മഹത്വത്തിന്റെ 3-ാമനാക്കിയത് എങ്ങനെയാണെന്ന് ഇത് അവിടെ പറയുന്നുണ്ട്. 23-ാം വാക്യത്തിൽ, ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അപ്പൊ അതും കൂടെ അവര് വരുമല്ലോ, എന്റെ അച്ചോ ഈ കോവിഡ് കാലത്ത് ഒരു പിള്ളേരും പള്ളി വന്നില്ല. ഞങ്ങളുടെ ചെറുക്കാൻ പള്ളി പോയി കേട്ടോ. അത് ഞങ്ങൾ തന്നെ അവനൊന്നും കൊടുത്തില്ലെങ്കിലും പള്ളി ഞങ്ങൾ കിട്ടും. നല്ല കാര്യം. അവൻ ഉറച്ചു നിന്നു. ജനം മുഴുവൻ വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. നല്ല കാര്യം. വെരി ഗുഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ 3-ാം സ്ഥാനം കിട്ടാൻ കാര്യം അതൊന്നുമല്ല. തന്റെ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്തു. ഞാനും എൻ്റെ ആളും 40 പേരും എന്നൊരു സിനിമാ പാട്ടില്ലേ, ഞാനും എൻ്റെ ആളും 40 പേരും പാമരം കൊണ്ട് സിനിമാ പാട്ടില്ലേ, ഞാനും എൻ്റെ ആളും മക്കളും എൻ്റെ അലിബാബായി 41 കള്ളന്മാരും എന്ന് പറഞ്ഞ പോലെ ഞാനും എൻ്റെ പിള്ളേരും കുടുംബവും നോക്കിയിരുന്നില്ല. തന്റെ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട്, ട്രാൻസെൻഡിങ് ഗുഡ്നസ്, അയാൾ ജനം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തെന്നുണ്ടോ? ചുമ്മാതാണോ മഹത്വത്തിൽ 3-ാം സ്ഥാനം കിട്ടിയത്? തന്റെ കുടുംബത്തിന്റെ കാര്യം കെട്ടിപ്പറക്കിക്കൊണ്ടിരുന്നില്ല. അപ്പൊ പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം 23-ാം വാക്യം, തന്റെ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ എന്ന് വെച്ചാൽ എന്താ ഈ കർമ്മോന്മുഖമായ നന്മ? ആക്റ്റീവ് ഗുഡ്നസ്. മറ്റത് പാസീവ് ഗുഡ്നസ്. നിങ്ങളവിടെ ചെന്നിട്ട് അയാളുടെ മേക്കിട്ട് കയറിയോ? ആ മനുഷ്യനവിടെ ഒരു വീട്ടിൽ വല്ലാണ്ടിരുന്നപ്പോ നിങ്ങൾ അവിടെ ചെന്നിട്ട് മേക്കിട്ട് കയറിയോ? എന്റെ അടി, ഞാനൊന്നിനും പോയില്ല. ഞാൻ ഗുണത്തിനും പോയില്ല. ഞാൻ അവിടെ എന്റെ പൊന്നുകുഞ്ഞ് ആരാണ്ടൊക്കെ അയാളിട്ട് വലിച്ച് കീറുന്ന കണ്ടു, ഒരുത്തും താടിക്കിട്ട് തട്ടുന്ന കണ്ടു. ഞാൻ ആയിക്കൊണ്ടു എന്റെ പൊന്നു, എന്നെ തങ്കമ്മ നീ ഒന്ന് വിശ്വസിക്കുക, ഞാൻ ഒന്നിനും പോയിട്ടില്ല. എന്താ പ്രശ്നം? നമ്മളൊന്നിനും പോകത്തില്ല. പാസീവ് ഗുഡ്നസ് ഉണ്ട്. ലോകത്തിൽ എല്ലാവർക്കും ലോകത്തിൽ ആർക്കും ഓരോ മനുഷ്യരോട് പറഞ്ഞു വെച്ചാൽ ലോകത്തിൽ ആർക്കും തിന്മ വരുന്നോ എനിക്കിഷ്ടമില്ല, എല്ലാവർക്കും നന്മ വരണം. നല്ല കാര്യം. പാസീവ് ഗുഡ്നസ്. അതിന് നിന്റെ ഭാഗത്തുനിന്ന് എന്നാ ചെയ്തു? ഇതാ ആക്റ്റീവ് ഗുഡ്നസ്. കർമ്മോന്മുഖമായ നന്മയെന്ന് പറയുന്നത് ഇതാ. മറ്റത് ഗുപ്തമായ നന്മയാണ്. നമ്മളൊന്നിനും പോകുന്നില്ലേ, ഞങ്ങളൊന്നും പോകുന്നില്ലേ, ഞങ്ങളുടെ സ്വസ്ഥമായിരുന്നുള്ളവേ, ഞങ്ങളൊന്നും ആരോടും ഒരു ദ്രോഹത്തിൽ ഞങ്ങൾ പോയിട്ടില്ല. നല്ല കാര്യം. ഇതാണ് ഗുപ്തമായ നന്മ, പാസീവ് ഗുഡ്നസ്. ആരോടെങ്കിലും നന്മയ്ക്ക് നിങ്ങൾ പോയോ? ആരുടെയെങ്കിലും കണ്ണീരൊപ്പാൻ നിങ്ങൾ കൈ നീട്ടിയോ? ആരുടെയും വേദനയുടെ നിറമാറ്റാൻ നിങ്ങൾ ഒരു കാറ്റായി വീശിയോ? കർമ്മോന്മുഖമായ നന്മ, തന്റെ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഫിനെഹാസ് ജനം മുഴുവന്റെയും, ഇസ്രായേൽ മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. ചള്ളിനെയും പൊട്ടിനെയും പോർത്ത് പരിഹാരം ചെയ്തു.
ചള്ളിനെയും പൊട്ടിനെയും ഓർത്ത് പരിഹാരം ചെയ്തു. നാം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സഹോദരങ്ങളെ. ഒരിക്കൽ ഞാനിപ്പോ ഈ ആയിരിക്കുന്ന ഈ ധ്യാന കേന്ദ്രത്തിൽ, പണ്ട് പിന്നെ ഈ ധ്യാന കേന്ദ്രത്തിൽ ഞാനും വേറെ അച്ഛനുണ്ട്, ഞാനും പ്രിയപ്പെട്ട അച്ഛനുമായിരിക്കുന്ന ഈ ധ്യാന കേന്ദ്രത്തിൽ പണ്ട് ഒരു ശുശ്രൂഷ നടത്തിയ മേളിലാണ് ചാപ്പൽ. ഒരു 10-12 വർഷം 10-15 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, അന്ന് ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ ഒരു ലോകൈക കുറ്റവാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. എല്ലാവരും വെറുതെ തള്ളിയിരിക്കുന്ന, എല്ലാവരും പഴിച്ചകറ്റിയിരിക്കുന്ന ഒരു ലോകൈക കുറ്റവാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ആൾക്കാരെന്നോട് പറഞ്ഞു, വന്നേ. അപ്പൊ ഞാനോട് അഭിനന്ദിക്കാൻ വേണ്ടിയാണല്ലോ. എന്നതായിരുന്നു ആരാധന? ഞാൻ ആർക്ക് വേണ്ടി ആരാധന നടത്തിയത്? എന്നാച്ചോ, എന്നാ സഹോദരൻ? അപ്പൊ ഞാൻ ആ പ്രാർത്ഥിച്ച ആളുടെ പേര് പറഞ്ഞിട്ട് പറയാം, താൻ ആരാടോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? എന്നാ ആരാധനയുടെ കാട്ടിക്കൂട്ടിയതൊക്കെ എന്നാ? ഞാനൊന്നും ചെയ്തില്ല. ഒരു ലോകൈക കുറ്റവാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് ഒരു ലോകൈക അപരാധമായി അവർ കണ്ടു. കാരണം ഒരിക്കലും രക്ഷപ്പെടുകയില്ല, ഒരിക്കലും ഗതി പിടിക്കില്ല, നശിച്ചു പോകുമെന്ന് ഒരിക്കലും ഗതി പിടിക്കില്ല, നശിച്ചു പോകുമെന്ന് നമുക്ക് ഉറപ്പാ. ചിലര് ഇവര് ഗതി പിടിക്കില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കുക. എന്നാൽ അതിനു വേണ്ടി കൂടി മരിച്ച ക്രിസ്തുവിന്റെ മുമ്പിലാണ് നമ്മുടെ കരുണയെന്ന്, നമ്മുടെ ജയമെന്ന് നമ്മൾ എന്താ മറന്നു പോകുന്നത്? നമുക്ക് വേണ്ടി കൂടി ബലിയായി തീർന്ന, നമ്മുടെ കടുത്ത പാപങ്ങളെ എടുത്തു മാറ്റിയ ക്രിസ്തുവിന്റെ കരുണയിലാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ മറന്നു പോകുന്നത്. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് ഒരു നിത്യ നരകമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അതിൽ ആരുണ്ടെന്ന് എന്നോട് ചോദിക്കരുത്. ഇതെനിക്കറിയില്ല. ഒരു നിത്യ നരകമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതിൽ ആരൊക്കെ ഉണ്ടെന്ന് എന്നോട് ചോദിക്കല്ലേ, അടിയൻ അറിഞ്ഞുകൂടാ. ഒരു നിത്യ നരകമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കല്ലേ, അടിയൻ അറിഞ്ഞുകൂടാ. സഹോദരങ്ങൾ, ഇതാണ് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. മറിയത്തിന്റെ ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി, ഔട്ട് ഗോയിങ് സ്പിരിച്വാലിറ്റി, അതർ സെന്റേഡ് സ്പിരിച്വാലിറ്റി നമുക്കൊരു വെല്ലുവിളിയാണ്. ഒരാളെയും പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാക്കരുത്. വിധി മുഴുവനും ദൈവത്തിൻ്റെതാണ്, പ്രതികാരം മുഴുവൻ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നാം ഇவ்விധത്തിൽ പരിശുദ്ധാത്മാവിനോടൊപ്പം ആയിരിക്കും. മറിയാമിന്റെ ഈ തീക്ഷ്ണത ജീവിതത്തിൽ എടുത്തു വെക്കണം. മറിയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനോടൊപ്പം നമുക്ക് ദൈവത്തെ ഒരു നിമിഷം ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി. പരിശുദ്ധൻ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധന
ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഈ സമയം കൂടെ ആയതുകൊണ്ട് അടുത്തൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും ഒരു ആരാധന ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ നടത്തേണ്ടി വരും. എനിക്ക് തുരുതിര കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു ഇന്നലെ മിനിഞ്ഞാന്ന് പറയേണ്ട ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഇന്ന് വരുന്നു. റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് അതെങ്ങനെ കൈ നീട്ടുന്ന കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു അനുഭവം കൂടെ പറഞ്ഞു. ഇന്നത്തെ ആരാധന ബാക്കി ശുശ്രൂഷ ഇന്ന് നിങ്ങൾ നടത്തണം. ദൈവാധനയുടെ വരുത്തട്ടെ. പറയാൻ വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലെ ഒരു അനുഭവം. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഒരു താറാവിനെ കൊല്ലുന്നത് വല്ലപ്പോഴും. അപ്പം താറാവിറച്ചി കൂട്ടാൻ ഇഷ്ടമാണ്. പക്ഷെ ആര് പറയും? അമ്മച്ചിയെ പോയി ശബ്ദം കിട്ടും. ഞാൻ മിക്കവാറും ഞാനാ പോയി ഇതെല്ലാം പറഞ്ഞു. ചേട്ടന്മാര് പറയടാ, കപ്പലിന്റെ വിട്ടാൻ പിടിച്ചേരാ, നാരങ്ങ വിട്ടാൻ പിടിച്ചേരാ, നീ പോയി പറ. ഇവര് പറഞ്ഞ പോലെ ഞാൻ പോയി, അമ്മച്ചി എന്നാടാ, ഒന്നുമില്ല, ഇടയിലേക്ക് എന്തെങ്കിലും പറയാനുണ്ടെ പറഞ്ഞിട്ട് പോടാ. പിന്നെ ഞാൻ പോകത്തില്ല. അമ്മച്ചി ഇവിടെ ചെറുക്ക, എനിക്ക് വേറെ ജോലി ഉണ്ട്, നീ പറ. അമ്മച്ചി താറാവൊക്കെ ഉണ്ട്, നീ പോ. അമ്മച്ചി താറാവിന് ഞാൻ നോക്കിക്കോളാം, നീ പൊപ്പഴേ എടുക്കാം. അല്ല അമ്മച്ചി, നമുക്ക് പാപ്പച്ചൻ പറഞ്ഞു, പാപ്പച്ചനാ പറഞ്ഞു, അല്ല സണ്ണിച്ചേട്ടനും പറഞ്ഞു, ചേർക്ക എനിക്ക് വേറെ പണിയുണ്ട്, നീ പോ. അല്ല എല്ലാരും പറഞ്ഞു അമ്മച്ചി ഒരു താറാവിനെ കൊല്ലുന്ന കാര്യം. അപ്പൊ അമ്മച്ചിക്ക് നല്ല മൂടൊക്കെ ആണെങ്കിൽ താറാവിനെ കൊല്ലും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ഞങ്ങളുടെ വീട്ടിൽ 12 പേരും മൂത്ത ഏട്ടന്മാർ എൻ്റെ ഓർമ്മയിൽ തന്നെ കല്യാണം കഴിച്ച് മക്കളായി. എന്നോളം ഉള്ള പിള്ളേരുണ്ട്. അപ്പൊ എന്റെ ചെറുപ്പകാലത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിൽ 14 പേരുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ 10-48 പേരുടെയും ശരിക്കും 48-50 പേര് ഞങ്ങളുടെ വീട്ടിൽ കൂടിയിട്ടുണ്ട്. മക്കളും എല്ലാവരും കൂടി. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഞങ്ങളുടെ വീട്ടിൽ ഒരു താറാവിനെ കൊന്നിട്ട് എന്നെടുക്കാൻ പറ്റിയ മണപ്പിക്കാൻ. പക്ഷെ ഒരു താറാവിനെ കൊല്ലുന്നുണ്ട്. അത് ഈ താറാവിനെ കൊല്ലുന്നൊന്ന് നമുക്ക് ഭയങ്കര വിശപ്പാണ്. എവിടുന്ന് ഈ വിശപ്പല്ലാണ്ട് വലിയ കയറി വന്നു. അയ്യോ, സമയം 12:30 ആകുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പ് കൊണ്ട് നമ്മുടെ ചങ്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മച്ചി ഒരു 12 ഈ താറാവിന്റെ കൂട്ട് ഇങ്ങനെ കറിക്കൂട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ശരിയായി. നീ ചേർത്ത കറിക്കൂട്ടൊക്കെ വൃത്തിയായി നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം. ഇതിന്റെ മണം വരും, നമ്മൾ ഒരു സുഗന്ധം വരും. എന്റെ പൊന്നെ, നമ്മളെ ഇങ്ങനെ 3-ആം ശ്രമത്തിലോട്ട് കൂട്ടും. എന്റെ പൊന്നെ, എന്നാ സുഗന്ധം. താറാവർച്ചയൊക്കെ കുട്ടനാട്ടുകാർ കറി വെച്ച് കൂട്ടിയാലുണ്ടല്ലോ. നിങ്ങൾ കൂട്ടിയിട്ടില്ലേ? അയ്യോ ഇല്ല, പറയുന്ന ജീവിതം കേട്ടോ, അതുപോലത്തെ സുഗന്ധമാണ്. അപ്പൊ എന്റെ സഹോദരങ്ങളെ, അപ്പൊ 12:40 വിളി വരും, ഷാജിമോനെ. ഞാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കല്ലേ, അപ്പുറത്തേക്ക് മുട്ടി വിളിയൊക്കെ മണി പൊറിഞ്ഞു കുത്തി അരച്ച് കുത്തി കിച്ചണകത്ത് വരുമ്പം, അടുക്കള വരുമ്പം അമ്മച്ചി, ഞാനടുത്ത് എനിക്ക് വേണ്ടി എല്ലാം വിളമ്പി വെച്ചിട്ട് പാർത്തി മൂത്ത് വരിക. അമ്മച്ചി 2 കഷ്ണം എടുത്ത് ഒരു ഡപ്പയ്ക്കകത്ത് അടച്ചിട്ട്, എടാ കുഞ്ഞെ, ഒരു ഡപ്പയ്ക്കകത്ത് അടച്ചിട്ട് അമ്മ പറഞ്ഞു, എടാ ഇളയമയ്ക്ക് കൊണ്ട് കൊടുക്കുക. ഇളയമയാണെന്ന് തോന്നുന്നു. ഇത് അച്ചാച്ചന്റെ ഏറ്റവും ഇളയ അനിയൻ പണ്ടേ മരിച്ചു പോയി, ക്യാൻസർ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കുഞ്ഞുനാളിലെ വിധവയായ ഇളയമ്മ. അപ്പൊ വീടിന്റെ മുമ്പിൽ കൂടെ പാലം കയറി അങ്ങോട്ട് പോയി ഒരു മോട്ടോർ തറയുടെ മുമ്പിൽ കൂടെ, മോട്ടോർ തറ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടത്തിന്റെ വശത്തുള്ള മോട്ടോർ തറയുടെ വശത്തോട് വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇതും പിടിച്ചുകൊണ്ട് ഞാൻ ഇത്രയുള്ള ഒരു ഡപ്പയാണെങ്കിലും ശരിക്കും എനിക്കിത് കുരിശ് വഹിക്കുന്ന പോലെയുള്ള ഭാരമാണ്. എന്റെ തമ്മിൽ എന്റെ ചങ്ക് വായി വരിക വിശന്നിട്ട്. എന്നിട്ട് ഈ മോട്ടോർ തറയുടെ ഷെഡിനകത്തൂടെ കയറി പോകണ്ടേ. എനിക്കകത്ത് കയറുമ്പോൾ ഇത് ഭയങ്കര പ്രലോഭനം. ഇത് അടയ്ക്കണോ തുറക്കണോ, കാരണം തുറന്നാലേ എടുക്കാൻ പറ്റില്ല. ആ പാട് 2 കഷ്ണേ ഉള്ളൂ. പിന്നെ അത് കൺട്രോൾ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത ഡപ്പ അമ്മ ഒരു കഴുത്തിന്റെ കഷ്ണവും കാലിന്റെ ഒരു മൂലയും 2 കരിയാപ്പലയും ഒരു കഴുന്ന കഷ്ണവും ഇച്ചിരി ചാറ് ഒഴിച്ചിട്ട് അച്ഛനെ കൊണ്ട് കൊടുക്കാൻ. എനിക്ക് അച്ഛന്മാരിലൊന്നുണ്ടായിരുന്ന കലിയും വിഷമവും. ഈ എന്റെ ചങ്ക് പറഞ്ഞിരിക്കുക. ഞാൻ ചമ്പക്കുളത്ത് പോയി അച്ഛനെ വിളിക്കണം, വിചാരിച്ചിന് കൊണ്ട് കൊടുക്കണം. അതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോകുന്ന വഴിക്ക് ഒരു സർപ്പോട്ട മരമുണ്ട്. അതിന്റെ തണൽ വലിയ മരമാണ്, അടി കൂടെ വേണം. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര പ്രലോഭനം. തുറക്കണോ അടയ്ക്കണോ, 1 കഷ്ണം എടുത്ത് കഴിക്കാനുള്ള കൊതി. എടുത്താൽ പിടിക്കപ്പെടും. എന്നറിയോ? എടുത്താൽ പിടിക്കപ്പെടും. പിറ്റേന്ന് ഒരു ആവശ്യമില്ലാതെ എന്റെ അമ്മച്ചിക്ക് ഒരു ആവശ്യമില്ലാതെ ഈ അച്ഛനെ കാണാൻ വേണ്ടി പോകും. അച്ഛാ, ഇന്നത്തെ താറാവർച്ചി ഒന്നും അത്ര ഗുണമൊന്നും ഇല്ലായിരുന്നു, എന്നാലും അച്ഛന് ഇന്നത്തെ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നല്ലേ. അപ്പൊ വിചാരിച്ച് പറയും,
എനിക്കറിയത്തില്ല, അങ്ങനെ കിട്ടിയില്ലേ, എന്നെ എടുത്ത് കൊടുക്കുമ്പോ 2 കഷ്ണം കൊടുക്കണം. ഇത് കൊച്ചനും ആപ്പാടെ 2 കഷ്ണമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, കപ്പി അച്ഛനും. അപ്പൊ ഞാൻ എടുത്താൽ പിടിക്കപ്പെടും, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിവിടെ കൊടുത്തിട്ട് വരുമ്പോൾ നമ്മുടെ വയറ് താഞ്ഞ് പരിപാടി തീരും. അപ്പൊ എന്റെ വീട് ഒരു പാടശേഖരത്തിന്റെ ഓരത്തെ അമ്മച്ചി അടുത്ത ഡപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുക. അമ്മച്ചി അടുത്ത ഡപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുക. കണ്ടത്തിന്റെ നടുക്ക് നെയ്യാമ്പൂക്കളോ എന്ന് വീട്ടിൽ കൊണ്ടുപോയി ചമ്പം, ഞങ്ങളുടെ അപ്പാപ്പൻ ചാച്ചന്റെ അനിയന്റെ വീട്ടിൽ. എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് അത് ഒരു കഷ്ണം വെച്ച് ചാറും കൂട്ടി വിശന്നിട്ടും മനുഷ്യൻ ആദ്യം കയറി കഴിക്കും. തീർന്നില്ല ഭയപ്പെട്ടു. അതാ അത്ഭുതം. അതിന്റെ ഒരു എല്ലിനകത്ത് ഇരുന്നങ്ങളൊക്കെ ചേർത്ത് അമ്മച്ചി വൈകിട്ടൊക്കെ ചിരിച്ചു തരും. എന്നാ ടേസ്റ്റ്, തീർന്നില്ല. അതിന്റെ നെയ്യ്, താറാവിന്റെ നെയ്യ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? മിക്കവാറും കഴിച്ചു കാണാൻ കഴിയും. താറാവിന്റെ നെയ്യ് സംഗതിയുണ്ട്. അതും പുഞ്ചപ്പുട്ട് പൊടിയുമായിട്ട് പിറ്റേന്ന് എന്തൊരു ടേസ്റ്റാണ്. ഇതെല്ലാം പൊലിക്കുക. ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി. അമ്മ ഈ അമ്മച്ചിക്ക് ഇന്ന് ഞാൻ കഴിഞ്ഞ ഇഷ്ടം 2 വർഷം ഇഷ്ടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജസ്റ്റിനോട് ചോദിച്ചു, മോനെ എന്നാണോ ഉച്ചയ്ക്ക് കറി? കോഴിയെ. തകർത്തല്ലോ. അമ്മച്ച 3 കോഴി മേടിച്ചില്ല, പിന്നെ അടിച്ചു പൊളിക്കുക. വൈകിട്ട് ഞാൻ ജസ്റ്റിനോട് ചോദിച്ചിട്ട്, ജസ്റ്റിനെ വൈകിട്ട് കറി? ചമ്മന്തി. കോഴിയൊക്കെ അവിടെ പോയി, ചുട്ട കോഴിയെ പറപ്പിക്കാൻ നിൽക്കണം, നിന്റെ കോഴിയൊക്കെ അവിടെ പറന്നുപോയി. തികയത്തില്ല. ഇപ്പൊ 3 കോഴിയെ മേടിച്ചാൽ 2 പിള്ളേർക്ക് തികയത്തില്ല. അന്ന് 1 കോഴി ഉണ്ടെങ്കിൽ 36 പിള്ളേർക്ക് തികയും. ഒലിക്കുകയാണ്. കാരണം ഔട്ട് ഗോയിങ് സ്പിരിച്വാലിറ്റി. അമ്മ നെയ്യാമ്പക്കുളത്തിലും ഇളയമയ്ക്കും അച്ഛനും എത്തിച്ചിട്ടാണ് ഞങ്ങൾക്ക് തന്നത്, ഈ പിള്ളേർക്ക് തന്നത്. എവിടെ തികയാണ് ഈ ഒരു താറാവിനെ കൊണ്ട്? പക്ഷെ അതിന്റെ അറ്റവും മൂലയും തന്നും ചാറ് കൊണ്ട് മൂടിയും പിന്നെ എണ്ണ കൊണ്ട് നാളെ എന്റെ നെയ്യ് കൊണ്ട് പിന്നെ പുഞ്ചപ്പൊട്ടിന്റെ പൊടി അപ്പം ഉണ്ടാക്കിയും പുട്ടുണ്ടാക്കിയും അമ്മ മക്കളെ അങ്ങനെ സന്തോഷിപ്പിച്ചു. ഒന്നിനും കുറവൊന്നില്ല. ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി, ഔട്ട് ഗോയിങ് സ്പിരിച്വാലിറ്റി ഒരു ലാഭമാണ് പ്രിയപ്പെട്ടത്. നമുക്ക് നഷ്ടമല്ല. നമുക്ക് ഇന്നൊന്നും തികയുന്നില്ല. കാരണം നാം നമ്മിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നു. നമുക്ക് ജപമാലയുണ്ട്, അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് വേണ്ടി മാത്രം. ഞാനും എൻ്റെ കുഞ്ഞും, ഞാനും എന്താളും 40 പേരും. ഇതിനപ്പുറം ഒരു സ്പിരിച്വാലിറ്റി ഇല്ലാതെ ആയി പോകുന്നു. ഈ വക കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് തൊടാൻ കുറച്ചെങ്കിലും ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരിക്കും. 2-3 മിനിറ്റ് പ്രാർത്ഥന. ഇന്നത്തെ ആരാധന നിങ്ങൾ നടത്തണം. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിയൻ സിനിമയ്ക്ക് വേണ്ടി കർത്താവിന്റെ അഭിഷേകം ഉണ്ടാകും. ഇന്നിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ, മാറിപ്പോയ ശുശ്രൂഷ തിരിച്ചു വരുമ്പം വളരെ കൃത്യമായി മാതാവിനെ കുറിച്ചുള്ള ചില ശുശ്രൂഷയാണ്. അത് കൃപ നിറയുന്നതാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ ദൈവമാതാവേ, 8 നോമ്പിനുള്ള ഈ മനോഹര ദിവസങ്ങളിൽ ഇതാ ഈ പ്രിയപ്പെട്ടവരെ എന്നെ ഞങ്ങളുടെ എല്ലാ വൈദികരെയും എല്ലാ ഭക്തന്മാരെയും എല്ലാ രൂപതകളെയും സ്നേഹത്തോടുകൂടി സമർപ്പിക്കുന്നു. എല്ലാ രൂപതകളെയും എല്ലാ വിശ്വാസികളെയും അനുഗ്രഹിക്കുന്നു. ഒന്നിനും കുറവില്ലാതെ നിങ്ങൾ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഔട്ട് ഗോയിങ് പേഴ്സണാലിറ്റി, മറ്റുള്ളവരിലേക്ക് ചെല്ലുന്ന സ്പിരിച്വാലിറ്റി, അവരും കൂടി രക്ഷപ്പെടുമ്പോഴാണ് ഞാൻ രക്ഷപ്പെടുന്നത്. നാം ഇങ്ങനെ കേട്ടിട്ടില്ല പറയപ്പെടുന്നത് അച്ഛന്മാരെ കുറിച്ച്? ഒരച്ഛനും ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകുന്നില്ല, ഒരച്ഛനും ഒറ്റയ്ക്ക് നരകത്തിൽ പോകുന്നില്ല. ഒരച്ഛൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ അദ്ദേഹത്തോട് ചുറ്റി നിൽക്കുന്ന എല്ലാവരും രക്ഷപ്പെടണം. ഇത് നമ്മെക്കുറിച്ച് എല്ലാം ശരിയാണ്. നമ്മൾക്കുള്ള ആത്മീയ വളർച്ചയും ഉയർച്ചയും നമ്മുടെ മാത്രം സുഹൃതയമോ പ്രാർത്ഥനയോ ഉപവാസോ മാത്രമല്ല, പിന്നെയോ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും അതേ ബ്ലിസ്, അതേ അനുഗ്രഹം, അതേ അഭിഷേകം കിട്ടിയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. നിങ്ങൾക്ക് സുഖമുണ്ടോ? നിങ്ങൾക്ക് സുഖമുണ്ടെങ്കിൽ എനിക്ക് ഒരു സുഖമുള്ളൂ എന്ന് പറയുന്ന ഒരു അഭിഷേകം നമുക്കെല്ലാം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2:37, 38, 2:40 സമയമായിട്ടുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ കർത്താവ് ബാക്കി സമയത്തെ ക്രമപ്പെടുത്തട്ടെ. ഇന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. 8-ാം തീയതിയാണ് നമ്മൾ ആരംഭിക്കുന്ന ജീവകാരുണ്യ ആദ്യത്തെ അന്നദാന ശുശ്രൂഷ. മധ്യ തിരുവിതാംകൂറിൽ അനേകം മനുഷ്യർ രഹസ്യമായി നമ്മൾ ആഹാരം എത്തിക്കുകയാണ്. ഉന്നതമായ ആഹാരം. അത് മരിയൻ സിനിമയ്ക്കുള്ള ഒരുക്കമാണ്, പ്രാർത്ഥനയുടെ ഒരുക്കമാണ്. ഈ സെപ്റ്റംബർ 8-ന് മുമ്പ് ചില കാര്യങ്ങൾ ശുശ്രൂഷയിൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം.
നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ ഒരുള്ള ചോറ് കൊടുക്കുമ്പോൾ അത് എളിമയോടുകൂടി ദൈവത്തിന് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ ഉള്ള അഭിഷേകം ചോദിക്കുന്നു, യാചിക്കുന്നു. നിങ്ങളും ഓർക്കണം, നിങ്ങളും പ്രാർത്ഥിക്കണം. ആരാധന നിങ്ങൾ തന്നെ നടത്തണം. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹയുടെ സഹവാസവും നമ്മുടെ കർത്താവിന്റെ കരുണയുടെ ഭാഗമായി ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരുടെയും മേലെയും എന്റെ മേലെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. ആമേൻ. ഇന്നത്തെ ശുശ്രൂഷ ബാക്കി നടത്തണേ, എന്നോട് പോകണം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ. നിങ്ങൾ തന്നെ നടത്തണം. താങ്ക് യു അച്ഛാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് ഇത്ര നിമിഷം വരെ അച്ഛൻ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ഓരോ വാക്കുകളും നമ്മളെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതായിരുന്നു. ശരിക്കും പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടതെന്ന പോലെ